ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ബീച്ചിലും തിയേറ്ററിലും ഷോപ്പിംഗ് മോളിലും ഒക്കെ സ്വീറ്റ് കോൺ കാണാറുണ്ടല്ലേ. അതിലെ ക്ലാസിക് ബട്ടറും സ്പൈസി മസാലയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രഷ് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹസ്ക് ഇതുപോലെ പീൽ ചെയ്ത് റിമൂവ് ചെയ്യാം. ഇതിൻ്റെ ഹെയേഴ്സും റിമൂവ് ചെയ്യുക. ഇതുപോലെ ഫുള്ളായിട്ടോ കട്ട് ചെയ്തിട്ടോ കുക്ക് ചെയ്തെടുക്കാം. സ്വീറ്റ് കോൺ ഇതുപോലെ ഫ്രഷ് ആയിട്ടും ഫ്രോസൺ ആയിട്ടും മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതിപ്പം ഓരോന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതാണ്. കൈകൊണ്ട് തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതല്ലെങ്കിൽ ഇതുപോലെ കത്തി കൊണ്ട് ചെയ്യുവാണെങ്കിൽ എളുപ്പം കിട്ടും. ഇനി അതല്ലെങ്കിൽ കുക്ക് ചെയ്തതിന് ശേഷം സെപ്പറേറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി ഇത് ഒരു സ്റ്റീമറിലേക്ക് ആഡ് ചെയ്ത് കവർ ചെയ്ത് ഏകദേശം 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരെണ്ണം ഇതുപോലെ എടുത്ത് പ്രസ് ചെയ്ത് നോക്കിയാൽ കണ്ടോ, പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. നമ്മൾ കുക്ക് ചെയ്ത സ്വീറ്റ് കോണിൻ്റെ പകുതി പോർഷൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. 1 സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം കേട്ടോ. ബട്ടർ മെൽറ്റായി സെറ്റായി വരുമ്പം 1/2 സ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് ഏകദേശം 1 മിനിറ്റ് സോട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ക്ലാസിക് ബട്ടർ സ്വീറ്റ് കോൺ സെറ്റാണ്. പുറത്തു നിന്നും വാങ്ങുന്ന അതേ ഫീൽ കിട്ടാനായിട്ട് ഒരു പേപ്പർ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇനി സ്പൈസി മസാലയാണ്. ചൂടായ പാനിലേക്ക് ബാക്കിയുള്ള സ്വീറ്റ് കോൺ ആഡ് ചെയ്ത് 1 സ്പൂൺ ബട്ടറും ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ബട്ടർ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം ഇതെല്ലാം ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് സോട്ട് ചെയ്തെടുക്കുക. നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇനി 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ചാറ്റ് മസാലയും ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് 1 സ്പൂൺ ലെമൺ ജ്യൂസോ 1/2 ലെമൺ സ്ക്വീസ് ചെയ്തതോ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സ്പൈസി മസാല സ്വീറ്റ് കോണും സെറ്റാണ്. ഇതും ഒരു പേപ്പർ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ചൂടോടെ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ്. സ്വീറ്റ് കോൺ കഴിക്കാനായിട്ട് ഇനി പുറത്തേക്കൊന്നും പോകാതെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന ഫീല് അതൊന്ന് വേറെ തന്നെയല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. വളരെ ഈസിയാണ്, എല്ലാവർക്കും പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. റെസിപ്പിയും വീഡിയോയും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതുപോലെ റെസിപ്പീസ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെയോ ഫേസ്ബുക്ക് പേജിലൂടെയോ സജസ്റ്റ് ചെയ്യാം കേട്ടോ. കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും വാട്സപ്പ് ചാനലും ഫോളോ ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. Thank you.